അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളുടെ ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 17ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ചില ബേസിക്കായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചില പദങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില സിമ്പിളായിട്ടുള്ള ട്രാൻസ്ലേഷൻസുകളാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതിലുള്ള അറബി എഴുത്തുകൾക്ക് ഹറക്കത്തിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഹറക്കത്ത് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി, ഐ ഈറ്റ് ആൻ ആപ്പിൾ എവറി മോർണിംഗ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? നമുക്കറിയാം, ഐ ഈറ്റ് ആക്കുലു, ഞാൻ തിന്നുന്നു. ആൻ ആപ്പിൾ തുഫാഹത്ത്, അതും അറിയാം. എവരി മോർണിംഗ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എവരി മോർണിംഗ് എന്നുള്ളതിന് അറബിയിൽ പറയുക കുല്ല സ്വബാഹിൻ. അപ്പോൾ കൂട്ടി പറയുകയാണെങ്കിൽ ആക്കുലു തുഫാഹത്തൻ കുല്ല സ്വബാഹിൻ. അടുത്തതായിട്ട്, ഷീസ് റീഡിങ് ബുക്സ് 1 hour പെർ ഡേ. ഷീസ് റീഡിങ്, അത് നമുക്കറിയാം. തഖറഉ, ബുക്സ്, അത് നമുക്കറിയാം. കുത്തുബ്, 1 hour പെർ ഡേ, അതാണ് നമുക്കറിയാത്തത്. നമുക്ക് എന്താണെന്ന് നോക്കാം. സാഅത്തൻ വാഹിദത്തൻ യൗമിയ്യൻ, പെർ ഡേ അല്ലെങ്കിൽ ഡെയിലി എന്നുള്ളതിന് അറബിയിൽ പറയാം യൗമിയ്യൻ എന്നാണ്. 1 hour എന്നുള്ളത് സാഅത്തൻ വാഹിദത്തൻ. അപ്പോൾ അത് കൂട്ടി പറയുകയാണെങ്കിൽ തഖറഉൽ കുത്തുബ ലി മുദ്ദത്തി സാഅത്തിൻ വാഹിദത്തിൻ. ലി മുദ്ദത്തിൻ എന്നുള്ള അവിടെ ലാമു വന്നതുകൊണ്ട് പിന്നെ മുദ്ദത്തിൻ, സാഅത്തിൻ, വാഹിദത്തിൻ, എല്ലാ സ്ഥലത്തും കെസ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ തഖറഉൽ കുത്തുബ ലി മുദ്ദത്തി സാഅത്തിൻ വാഹിദത്തിൻ യൗമിയ്യൻ. അടുത്തതായി, ദ ബോയ്സ് പ്ലേയിങ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റൽ പ്ലേഗ്രൗണ്ട്. ദ ബോയ് ഈസ് പ്ലേയിങ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റൽ പ്ലേഗ്രൗണ്ട്. അത് നമുക്കറിയാം. ബോയ് എന്നുള്ളതിന് തിഫ്ലി എന്ന് പറയും, യൽഅബു എന്ന് പറയും പ്ലേയിങ് എന്നുള്ളതിന്. ഔട്ട്സൈഡ് എന്നുള്ളതിന് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഔട്ട്സൈഡ് എന്നുള്ളത് എന്താ പറയുക? ഖാരിജ് എന്നാണെന്ന് പറയുക. പിന്നെ ദ ഹോസ്റ്റൽ പ്ലേഗ്രൗണ്ട്. അപ്പോൾ ഹോസ്റ്റൽ പ്ലേഗ്രൗണ്ടിന് സാഹത്തുൽ ലഅബ് എന്നാണ് പ്ലേഗ്രൗണ്ടിന് പറയാം. നുസുൽ എന്നാണ് ഹോസ്റ്റലിന് പറയാം. താമസിക്കുന്ന സ്ഥലമാണല്ലോ നുസുൽ. അപ്പോൾ അത് കൂട്ടി പറയുകയാണെങ്കിൽ യൽഅബു സ്വബിയു ഖാരിജ സാഹത്തിൽ ലഅബി ഫിൻ നുസുലി. യൽഅബു സ്വബിയു ഖാരിജ സാഹത്തിൽ ലഅബി ഫിൻ നുസുലി. അപ്പോൾ ഹോസ്റ്റലിലുള്ള പ്ലേഗ്രൗണ്ടിൻ്റെ പുറത്താണ്. അപ്പോൾ ഹോസ്റ്റൽ പ്ലേഗ്രൗണ്ടിലല്ല കളിക്കുന്നത്, പുറത്ത് വെച്ചിട്ടാണ് കളിക്കണത് എന്നർത്ഥം. ഖാരിജ സാഹത്തിൽ ലഅബ്. അപ്പോൾ നോട്ട് ചെയ്തേക്കേണ്ടത് പ്ലേഗ്രൗണ്ട് എന്നുള്ളതിന് സാഹത്തുൽ ലഅബ്, ഹോസ്റ്റൽ എന്നുള്ളതിന് നുസുൽ എന്ന് പറയും. നെക്സ്റ്റ്, ഐ ബോട്ട് എ ന്യൂ കാർ ഫ്രം മാരുതി ഷോറൂം. ഐ ബോട്ട്, ഞാൻ ഒറ്റവട്ടേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെയും കേൾക്കാമല്ലോ. ഒരുപാട് തവണ പറഞ്ഞ് ലെങ്തി വീഡിയോ ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഐ ബോട്ട് എ ന്യൂ കാർ ഫ്രം മാരുതി ഷോറൂം. ഞാൻ മാരുതി ഷോറൂമിൽ നിന്ന് ഒരു പുതിയ കാർ വാങ്ങി. അപ്പോൾ ഷോറൂമിന് എന്താണ് പറയുക? ന്യൂ കാറിന് എല്ലാവർക്കും അറിയാൻ മതിയാവും, സയ്യാറത്തുൻ ജദീദ. ബോട്ട് എന്നുള്ളതിനോ ബൈ ബോട്ട്, ഇസ്തറ. ഞാൻ വാങ്ങി എന്നുള്ളതിനോ ഇസ്തറയിത്തു. ഞങ്ങൾ എന്നുള്ളതിന് എന്താ പറയുക? ഇസ്തറൈന, ഞങ്ങൾ വാങ്ങി. വി ബോട്ട് എന്നാകുമ്പോൾ ഇസ്തറൈന എന്നാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അവിടെ ഇസ്തറൈത്തു സയ്യാറത്തൻ ജദീദത്തൻ മിൻ സാലത്തി അറുദ്. അപ്പോൾ ഷോറൂമിന് പറയാം സ്വാലത്ത് അറുദ് എന്നാണ് ഷോറൂമിന് പറയാം. പിന്നെ മാരുതിക്ക് മാരുതി. അപ്പോൾ കൂട്ടി പറയുകയാണെങ്കിൽ ഒന്നുകൂടി ഇസ്തറൈത്തു സയ്യാറത്തൻ ജദീദത്തൻ മിൻ സാലത്തി അറുദ് മാരുതി. ഓക്കെ, യെസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇസ്തറൈത്തു സയ്യാറത്തൻ ജദീദത്തൻ മിൻ സാലത്തി അറുദ് മാരുതി. നെക്സ്റ്റ്, ഐ ലിവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ബിഗ് സിറ്റി. ബിഗ് സിറ്റിയുടെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്.
ബിഗ് സിറ്റിയുടെ അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ളതിനെങ്ങനെ പറയാം? ഒന്ന് മനസ്സിലാക്കേണ്ടത്, അപ്പാർട്ട്മെൻറ്റിന് അറബിയിൽ പറയാം ഷിക്കത്ത് എന്നാണ് പറയാം. അപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് ഷിക്കത്തുൻ ജമ്മ് ഷിക്കക്ക്, ഷിക്കക്ക്, ഷിക്കത്തുൻ ജമ്മ് ഷിക്കക്ക്. ആയിഷു ഫി ഷുക്കത്ത്, ഷുക്കത്തുൻ ജമ്മ് ഷുക്കത്ത്, ഷിക്കത്ത് എന്നല്ല ഷുക്കത്താണ്. ആയിഷു ഫി ഷുക്കത്തിൻ ഫി മദീനത്തിൻ കബീറത്തിൻ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ള എന്താ പറയുക, പ്ലൂരലാക്കി പറയുമ്പോൾ ഫി ഷുക്കക്കിൻ. ബിഗ് സിറ്റി മദീനത്തുൻ കബീറ. അപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി ഒരു ബിഗ് സിറ്റിയാണ്. അപ്പോൾ ഡൽഹി മദീനത്തുൻ കബീറത്തുൻ. അല്ലെങ്കിൽ കോട്ടക്കൽ ഒരു ബിഗ് സിറ്റിയാണ്, കോത്തക്കൽ മദീനത്തുൻ കബീറത്തുൻ. അങ്ങനെയാണ് പറയാം. ഓക്കെ. പിന്നെ വാട്ട് ഡേയ്സ് ടുഡേ, ഇന്നത്തെ ദിവസം. നമുക്ക് പെട്ടെന്നൊരു സംശയം കൊടുക്കും, ഇന്ന് വ്യാഴാണോ വെള്ളിയാണോ ബുധനാണോ എന്നൊക്കെ. അപ്പോൾ ഇന്നേതാ ദിവസം? വാട്ട് ഡേയ്സ് ടുഡേ. അതിന് അറബിയിൽ എന്താ പറയുക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. വാട്ട് ഡേയ്സ് ടുഡേ. മാ ഹുവൽ യൗം. വെരി സിമ്പിളാണ്. മാ ഹുവൽ യൗം, ഇന്ന് എന്താണ്? മാ ഹുവൽ യൗം. അപ്പോൾ ഉദാഹരണം ഉത്തരം പറയുകയാണെങ്കിൽ അൽ യൗം യൗമുൽ ഖമീസ്, അല്ലെ അൽ യൗം യൗമുൽ അർബിയാ, യൗമുൽ അഹദ്, യൗമുൽ ഇത്നൈൻ, അങ്ങനെ പറയാം. ഓക്കെ. മാ ഹുവൽ യൗം, വാട്ട് ഡേ ഈസ് ടുഡേ, ഇന്ന് ഏതാണ് ദിവസം. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ഹി ആസ്ക്സ് ടു മെനി ക്വസ്റ്റ്യൻസ്. ചില വിദ്യാർത്ഥികളുണ്ടാവും ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ഹി ആസ്ക്സ് ടു മെനി ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ടു മെനി, ഒരുപാട്, അതിലെന്താ പറയുക? ക്വസ്റ്റ്യൻസ് നമുക്കൊക്കെ അറിയാം. ക്വസ്റ്റ്യൻ എന്താ പറയുക? സുആൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്നാകുമ്പോഴോ അസ്ഇലത്ത് എന്നായി. ക്വസ്റ്റ്യൻസ് അസ്ഇലത്ത്. ആസ്ക്സ് എന്നുള്ളതിനോ യെസ് അലോ. നമ്മൾ പറഞ്ഞു പ്രസൻറ്റ്, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പ്രസൻറ്റിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക മുളാരിയായ പദമായിരിക്കും. ആസ്ക്സ് പ്രസൻറ്റ് ടെൻസ് അല്ലേ. അപ്പോൾ യെസ് അലോ. ഹി ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ സഅല. ഓക്കെ. ഇവിടെ യെസ് അലോ, ഹി ആസ്ക്സ്. ഇനി അവൾ ചോദിക്കുന്നുള്ളതിനോ തസ് അലു, അല്ലേ. യെസ് അലു ഇങ്ങനെ പോന്നാൽ തസ് അലു. ഇനി നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഒരു സ്ത്രീ ചോദിക്കുന്നു, അതിനെന്താ പറയുക? തസ് അലീന. നമ്മളൊരു ക്ലാസ്സിൽ വെർബിൻ്റെ 14 രീതികൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ തസ് അലീന, നിങ്ങൾ ഒരു സ്ത്രീ ചോദിക്കുന്നു, തസ് അലീന. അപ്പോൾ ഏതായാലും ഇവിടെ ഹി ആസ്ക്സ് ടു മെനി ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളതിന് എന്താണ് പറയുക? ഹുവ യസ് അലുൽ കസീറ മിനൽ അസ്ഇല. ഹുവ യസ് അലുൽ കസീറ മിനൽ അസ്ഇല. അവൻ അൽ കസീറ, ടു മെനി, അൽ കസീറ മിനൽ അസ്ഇല, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓക്കെ. അവൻ ഒരുപാട് സംസാരിക്കുന്നു. ഹുവ യതകല്ലമു കസീറൻ. ഹുവ യതകല്ലമു കസീറൻ. ഓക്കെ. ഇനി അടുത്തത് ദ മൂവി ബിഗിൻസ് അറ്റ്. ഇനി അടുത്തത് ദ മൂവി ബിഗിൻസ് അറ്റ് 7 PM. തിയേറ്ററിൽ 7 മണിക്കാണ് സിനിമ തുടങ്ങുക. ദ മൂവി ബിഗിൻസ് അറ്റ് 7 PM. അതിനെന്താ പറയുക? പല ആളുകൾക്കും ഇത് അറിയും, ചില ആളുകൾക്ക് അറിയില്ല. നമ്മൾ ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നതും നിരന്തരം നമ്മൾ ഉപയോഗിച്ച് അത് പരിശീലിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അത് നിങ്ങൾ അങ്ങനെ കേൾക്കേണ്ട ആളുകളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഏതായാലും ദ മൂവി ബിഗിൻസ് അറ്റ് 7 PM എന്നുള്ളതിന് യബ്ദ ഉൽ ഫിലിമു ഫിസ്സാഅത്തി മസാഅൻ. ഫിസ്സാഅത്തി മസാഅൻ. PM എന്നുള്ളതിന് മസാഅൻ എന്നാണ് പറയുക. AM എന്നുള്ളതിന് സ്വബാഹൻ എന്നാണ് പറയുക. ഓക്കെ. ഫിസ്സാഅത്തി മസാഅൻ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് മസാഅൻ എന്നുള്ള ഈ പദം, അത് AM PM എന്നുള്ളതിന്, അതിന് സ്വബാഹൻ എന്നാണെങ്കിൽ AM എന്നാകും. ഫിസ്സാബിയത്തി അറ്റ് 7, ഫിസ്സാബിയത്തി. പിന്നെ യബ്ദഉ
യബ്ദഉ എന്നാണ് അവിടെ. ഓക്കെ, യബ്ദഉ എന്നാകുമ്പോൾ സ്റ്റാർട്ട്, ബിഗിൻസ്. ഓക്കെ, നെക്സ്റ്റ്. ബി കെയർഫുൾ നോട്ട് ടു ബ്രേക്ക് ദ ഗ്ലാസ്. ബി കെയർഫുൾ നോട്ട് ടു ബ്രേക്ക് ദ ഗ്ലാസ്. ഗ്ലാസ് പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബി കെയർഫുൾ നോട്ട് ടു ബ്രേക്ക് ദ ഗ്ലാസ്. ഗ്ലാസ് പൊട്ടിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതിനെന്താ അറബി പറയാം? ഇഹ്ദർ മിൻ കസ്രി സുജാജ്. ഗ്ലാസ്സിന് സുജാജ് എന്ന് പറയും. കെസ്ർ എന്ന് പറഞ്ഞാൽ പൊട്ടുക. അപ്പോൾ മിൻ കസ്രി അവിടെ നൗണായിട്ടാണ് ഉപയോഗിച്ചത്, നോട്ട് ടു ബ്രേക്ക്. ഇഹ്ദർ, ബി കെയർഫുൾ എന്നുള്ളതിന് അറബിയിൽ ഒരൊറ്റ പദം ഇഹ്ദർ എന്നാണ്. അപ്പോൾ ഇഹ്ദർ മിൻ കസ്രി സുജാജ്. ഇഹ്ദർ മിൻ കസ്രി സുജാജ്. ഈ ഇഹ്ദർ എന്നുള്ള പദം നോക്കിയാൽ മതി. ഇഹ്ദർ, പിന്നെ ഗ്ലാസ്സിന് സുജാജ്. ഓക്കെ, പിന്നെ കസർ ബ്രേക്ക്. ഓക്കെ, ഇഹ്ദർ മിൻ കസ്രി സുജാജ്. ഓക്കെ, നെക്സ്റ്റ്. ഐ വാണ്ട് ടു ബൈ എ ന്യൂ ഫോൺ. ഐ വാണ്ട് ടു ബൈ എ ന്യൂ ഫോൺ. ഫോൺ എന്താ പറയുക? മൊബൈൽ എന്താ പറയുക? മൊബൈൽ ഫോൺ. അൽ ഹാത്തിഫുൽ ജവ്വാൽ, അല്ലെങ്കിൽ വെറും ജവ്വാൽ എന്ന് പറയും, മൊബൈൽ ഫോൺ. ഇനി സാധാ ഫോൺ എന്താ പറയുക? വെറും ഫോൺ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോണൊക്കെ ആവുക. അതിന് ഹാത്തിഫ് എന്ന് പ്രയോഗിച്ചാൽ മതി. ഐ വാണ്ട് ടു ബൈ എ ന്യൂ ഫോൺ. ഉരീദു ഷിറാഅ ഹാത്തിഫിൻ ജദീദിൻ. ഉരീദു ഷിറാഅ ഹാത്തിഫിൻ ജദീദിൻ. ഹാത്തിഫ് ജദീദ്. ഓക്കെ, ഉരീദു ഷിറാഅ ഹാത്തിഫിൻ ജദീദിൻ. ഓക്കെ, ഷിറാ, പിന്നെ ഹാത്തിഫ്, ജദീദ്. ഓക്കെ, ഉരീദു എന്ന് പറഞ്ഞാൽ ഐ വാണ്ട്. ഐ വാണ്ട് ഷിറാഅ ഹാത്തിഫിൻ ജദീദ്. നെക്സ്റ്റ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ള പദങ്ങൾ. ഇത് നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് തവണ അറിയാത്തവരൊക്കെ കേട്ട് ഇതിനോട് സമാനമായ പദങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് സ്വന്തമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിശീലിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ അസസ്മെൻറ്റ് വിടും. ആ അസസ്മെൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് അതിൻ്റെ പറയുന്ന സമയത്ത് ചെയ്ത് തിരിച്ചയക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.